കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര വലിയ ശ്രദ്ധ കൊടുക്കാത്തൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടന്നു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറായ 31-കാരി അതിക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു. ഞാൻ മലയാളം ന്യൂസ് നോക്കിയപ്പോൾ വലിയ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒന്നുമില്ല. വ്യൂസും വളരെ കുറവ്. അതുകൊണ്ട് തന്നെ പലരും അറിഞ്ഞു കാണില്ലെന്ന് കരുതുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കി പറയാം. കൊൽക്കത്തയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നു. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വാർത്തകൾ പ്രകാരം ആ ഓൺ കോൾ റെസിഡന്റ് ഡോക്ടർ രാത്രി കൊളീഗിനൊപ്പം ഡിന്നർ കഴിച്ചതിന് ശേഷം കൊളീഗ് പോയപ്പോൾ അവിടെ ഇരുന്ന് പഠിച്ചതിന് ശേഷം അവിടെ കിടന്നൊന്ന് മയങ്ങുന്നു. അതൊരു സെമിനാർ റോളാണ്. അവസാനമായി ആ വ്യക്തിയെ കാണുന്നത് ആ രാത്രി 3 മണിക്കാണ്. പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീയുടെ അർദ്ധനഗ്ന മൃതശരീരമാണ് കാണുന്നത്. അവരുടെ കഴുത്തിൽ ഒടിഞ്ഞിരുന്നു. കണ്ണിലും മുഖത്തും വയറിലും കൈയിലും കാലിലും തലയിലും പരിക്കുകൾ ഉണ്ടായിരുന്നു. ആദ്യം കഴുത്ത് ഞെരിച്ചും പിന്നെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഓട്ടോപ്സി നടക്കുന്നത് അവരുടെ അമ്മയുടെ സാന്നിധ്യത്തിലാണ്. പഠിക്കാൻ മിടുക്കിയായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്ന ഒരു സ്ത്രീ. MDക്ക് ഗോൾഡ് മെഡൽ വേണമെന്ന ലക്ഷ്യം അന്നും തന്റെ ഡയറിയിൽ കുറിച്ചാണ് പഠിക്കാനിരുന്നതെന്ന് അവരുടെ അച്ഛൻ പറയുന്നു. അങ്ങനെയൊരു സ്ത്രീയാണ് ജോലി സ്ഥലത്ത് വെച്ച് അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. സ്ത്രീകൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ല. ജോലി സ്ഥലത്തും സ്വന്തം വീട്ടിലും ബസ്സിലും പൊതുനിരത്തിലും എല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ്. ഇന്നത് നമുക്കൊരു വലിയ വാർത്ത പോലുമല്ല. ജോലി സ്ഥലത്ത് ഇത്തിരി നേരം ഒന്ന് ഉറങ്ങാൻ കിടന്ന ഒരു യുവ ഡോക്ടർക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കോളേജിന്റെ പ്രിൻസിപ്പൽ എന്തിനാ അവൾ സെമിനാർ ഹാളിൽ കിടന്നുറങ്ങി, അതുകൊണ്ടല്ലേ സംഭവിച്ചത് എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതും അത് വിവാദമായതും കണ്ടു. അതിലൊന്നും ഒരു അത്ഭുതവും തോന്നുന്നില്ല. അതിനെ തുടർന്ന് ആ കോളേജിൽ നിന്നും പിരിച്ചുവിട്ട പ്രിൻസിപ്പൽ വെറും 12 മണിക്കൂറിനുള്ളിൽ വേറൊരു കോളേജിൽ പ്രിൻസിപ്പലായി കയറിയെന്നും കണ്ടു. പിന്നീട് ഹൈക്കോടതി ആ പ്രിൻസിപ്പലിന്റെ രാജി ചോദിച്ചെന്നും കേട്ടു. ഹോസ്പിറ്റലിലെ CCTV പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ ഒരു സിവിക് പോലീസ് വോളണ്ടിയർ ആണ്. മദ്യപിച്ച് ഏതാണ്ട് 4 മണിക്ക് അയാൾ ഹോസ്പിറ്റലിൽ കയറി പോകുന്നതും പിന്നീട് 40 മിനിറ്റ് കഴിഞ്ഞ് അയാൾ ഇറങ്ങി പോകുന്നതും കണ്ടുവെന്നും കയറിയപ്പോൾ അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ബ്ലൂടൂത്ത് ഡിവൈസ് ഇറങ്ങിയപ്പോൾ ഇല്ലായിരുന്നു എന്നും അത് മൃതദേഹത്തിന് അരികിൽ നിന്നും കിട്ടിയെന്നുമാണ് പറയുന്നത്. പ്രതി കുറ്റം സംബന്ധിച്ചതായും ഡോക്ടർ എതിർത്തപ്പോൾ സംഭവിച്ചതാണെന്ന് പറയുന്നതായും റിപ്പോർട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. 2012 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ നിർഭയ കേസ് നടന്നത്. അത് കഴിഞ്ഞ് 12 വർഷങ്ങൾ കഴിഞ്ഞു. കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ പ്രതീക്ഷയില്ല എന്നാണ്. 2022 ഒരു കണക്കനുസരിച്ച് ശരാശരി 90 ബലാത്സംഗ കേസുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. മിക്കപ്പോഴും അക്രമത്തിനിരയായ സ്ത്രീകളെ കുറ്റം പറയുന്ന സമൂഹമായതുകൊണ്ട് പീഡനത്തിനിരയായാലും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും 90 എന്നത് യഥാർത്ഥ സംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ്. നിർഭയ കേസിന് ശേഷം നിയമങ്ങളും പണിഷ്മെന്റും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും വലിയ മാറ്റമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. നമ്മൾ തന്നെ പല വീഡിയോസിൽ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അവനെ കൊല്ലണം, അവന്റെ അത് മുറിച്ചു കളയണം, സൗദി അറേബ്യയിലെ നിയമങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെയായിരിക്കും പൊതുവെയുള്ള റിയാക്ഷൻ. ഇതേ ആളുകൾ തന്നെ അടുത്ത ദിവസം തൊട്ട് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എവിടെയായിരുന്നു പെണ്ണുങ്ങൾ? ഈക്വാലിറ്റിയാണ് വേണ്ടതെങ്കിൽ ബസ്സിൽ സെപ്പറേറ്റ് സീറ്റ് ചോദിക്കാൻ നാണമില്ലേ? തിരക്കുള്ള ബസ്സിൽ പോയിട്ടല്ലേ? രാത്രിയിൽ ഒറ്റയ്ക്ക് പോയിട്ടല്ലേ? ഒരു കള്ളുകുടിയൻ PhD-യുള്ള 3 പെണ്ണുങ്ങളെക്കാൾ സ്മാർട്ടാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും മുൻഗണനയുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ ഫെമിനിസം? തിരക്കിൽ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നതിന് ജാക്കി വെച്ചു എന്നും പറഞ്ഞ് രോമാഞ്ചം കൊള്ളുക. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്ത പെണ്ണുങ്ങളെ തേപ്പുകാരി, താടക എന്നൊക്കെ വിളിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവരുടെ ഇതുപോലുള്ള ചെറുതും വലുതുമായ കോൺട്രിബ്യൂഷൻസ് ആണ് നാളത്തെ പീഡകരെ സൃഷ്ടിക്കുന്നത്. സ്ത്രീകളെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ആളുകൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? എന്റെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടവളാണ് അവൾ, ഇനി അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ പൊതുവെ തന്നെക്കാൾ താഴ്ന്ന തന്റെ കാൽ കീഴിൽ കിടക്കേണ്ട ഒരു വിഭാഗമായാണ് കാണുന്നത്. അതായത് തന്നെ പോലെ തന്നെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുള്ള, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, തുല്യത ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് സ്ത്രീകളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ ജാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞെളിയുന്ന ഒരാൾക്ക് സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ഒരു ലോകത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗിന്റെ കേസിൽപ്പെട്ട ഒരാൾക്ക് മില്യൺ+ ഫോളോവേഴ്സ് ഉള്ള ഒരു ലോകത്ത് അതിലൊരു അത്ഭുതമൊന്നുമില്ല. നിർഭയ കേസ് നടന്ന സമയത്ത് ഇപ്പോൾ കൊൽക്കത്തയിൽ ഈ ക്രൂരതയ്ക്ക് ഇരയായ സ്ത്രീക്ക് ഏതാണ്ട് 19 വയസ്സായിരുന്നിരിക്കണം. അന്ന് അതിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റൊക്കെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചിരുന്നിരിക്കണം, എന്റെ ഇന്ത്യ ഇനി സ്ത്രീകൾക്ക് കൂടുതൽ സേഫ് ആയ ഒരു സ്ഥലമായി മാറും, ഒരു സെമിനാർ ഹാളിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഇന്ന് വാർത്തയിൽ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നാളെ ഇത് തന്നെ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് മാറണമെങ്കിൽ, അത് മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ത്രീകളെ തുല്യരായി കാണാൻ തുടങ്ങുക എന്നതാണ്. സ്ത്രീകളെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള കമന്റ്സ് ഇടുന്നവരെ എതിർക്കുക. സ്ത്രീകൾക്കെതിരെ ഊളത്തരം പറയുന്നവരെ സെലിബ്രിറ്റീസ് ആക്കി കൊണ്ടാടാതിരിക്കുക. പെൺകുട്ടികൾക്ക് സേഫ്റ്റിയുടെ ആവശ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ അത്രയോ അതിൽ കൂടുതലോ ആൺകുട്ടികൾ നാളെ പ്രിഡേറ്റേഴ്സ് ആകുന്നത് തടയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക, അത് ചെയ്യുക. ആസ് എ സൊസൈറ്റി നമ്മൾ ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ബസ്സിലൊക്കെ റിസർവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചിലർ അതിന്റെ അടിയിൽ വന്ന് തെറി വിളിച്ചിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വലിയ വാർത്തയാകുമ്പോഴെങ്കിലും അങ്ങനെയുള്ളവരുടെ തലയിൽ ചെറിയ രീതിയിലെങ്കിലും വെളിവ് കയറുമെന്ന് പ്രതീക്ഷിക്കാം.
ഇത്രയും ക്രൂരന്മാരായ പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സേഫ്റ്റി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. സ്ത്രീകൾക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങി പഠിക്കാനും ജോലി ചെയ്യാനും വേണ്ട സാഹചര്യവും ഇൻഫ്രാസ്ട്രക്ചറും നിയമങ്ങളും ഉണ്ടാകേണ്ടത് സൊസൈറ്റി അവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അത് അവരുടെ അവകാശവും നമ്മുടെ കടമയുമാണ്. അപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ തോട്ട്സ് കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.